ടോപ്പ് ഗൺ മാവറിക് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താ പറയുക, ഫസ്റ്റ് ഇറങ്ങിയ ടോപ്പ് ഗണ്ണിന് ഏറ്റവും മികച്ച ഒരു കണ്ടിന്യൂഷൻ കൊടുക്കുന്നൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ അത് സക്സസ് ആവുകയും ചെയ്തു. ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്തരത്തിലൊരു മികച്ച ഒരു എന്താ പറയുക വിഷ്വലി ട്രീറ്റൊക്കെ തരുന്ന ഫൈറ്റർ ജെറ്റൊക്കെ പറപ്പിക്കുന്ന ഫൈറ്റൊക്കെ ചെയ്യുന്ന ഒരു സിനിമ, ഋതിക് റോഷൻ, ദീപിക പദുക്കോൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഫൈറ്ററിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ നമുക്ക് കണ്ടു നോക്കാം. അടിപൊളി കേട്ടാ. എൻ്റെ അമ്മേ, ഇത് റിയലി ചെയ്താ. आप सब इंडियन एयरफोर्स के टॉप एविएटर्स हो, इसलिए आप सबको हैंड पिक करके हमने एक क्विक रिस्पांस टीम बनाई है. विजुअल्स का बॉन्ड विद ईच अदर, जंग में इंटरपर्सनल रिश्ते ही काम आएंगे. What the hell? Caught you, Minnie. Confident. ഋതിക് പോളി, ദീപിക അടിപൊളി. സൂപ്പർബായിട്ടുണ്ട്. നല്ല ഒരു കോംബോ, എനർജറ്റിക് ആയിരിക്കും. ടെറർ അറ്റാക്ക് ഉണ്ട്. പുൽവാമ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടും കൂടിയിട്ടാണ്. ഓക്കെ, जवाब पत्थर से देने आए हो? नहीं, धोखे का जवाब. इनकमिंग मिसाइल. बदले से. ടോപ്പ് ഗൺ വൈബുണ്ട്, പക്ഷേ എന്നാലും ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പടം മുഴുവൻ കാണിക്കുക. हमने सुसाइड अटैक किया, उन्होंने एयर स्ट्राइक. सर F-16 पाकिस्तान से श्रीनगर की तरफ बढ़ रहे हैं. अब टेरर अटैक नहीं, जम्मू की. दुनिया में मिल जाएंगे आशिक कई. तो मेरी खुशी के लिए तुमने मुझे रुलाने का फैसला लिया है. पर वतन से हसीन सनम नहीं होता. हर बार तुम्हारी ईगो की कीमत ये फोर्स चुका था, लेकिन इस बार റിയലി ശരിക്കും സിനിമ മുഴുവൻ കാണിച്ചൊരു ഫീൽ ഉണ്ട് കേട്ടോ. सोने से लिपट कर मरते हैं कई. ये मेरी टीम है और उन्हें मेरी जरूरत है. बट तिरंगे से എന്തായാലും കൊള്ളാം. നമ്മുടെ ഒരു ഇന്ത്യൻ ഇതിന് പറ്റുന്ന ഒരു ഹെവി ആട്ടോ. എൻ്റെ VFX മാത്രമല്ല, ഇതും ഉണ്ടോ ഓഫ് കോഴ്സ്. तुमने ऑक्यूपाई किया है, मालिक हम हैं. तो जैसे टेररिस्ट की वजह से अगर हम बदतमीजी पे उतर आए तो तुम्हारा हर मोहल्ला IOP बन जाएगा. ऑक्यूपाइड पाकिस्तान. ഒബ്വിയസ്ലി പാകിസ്ഥാനാണ് വില്ലൻ. ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, കാരണം കൂടുതൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമ കാണാനുള്ളൊരു ആവേശം ഉണ്ടാക്കും. നമ്മുടെ ഉള്ളിൽ ആ ഒരു ദേശഭക്തി നിറയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം ഈ ട്രെയിലറിൽ തന്നെ അവർ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ ഒരു ചായയും കപ്പനിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇത് നമ്മുടെ ഒരു സിനിമയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറും. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, അതുപോലെ എൻഗേജഡായിട്ട് ഇരിക്കാൻ പറ്റണം, നല്ല സ്റ്റോറി വേണം, റിലേഷൻഷിപ്സിൻ്റെ ആ ഒരു റോളർ കോസ്റ്റർ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ, എന്താ പറയുക, കഥാപാത്രങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് വേണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സിനിമയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് വേണ്ട കാര്യങ്ങളാണ്. പാട്ടും ഡാൻസും ഒക്കെ ഇതിൻ്റെ പുറകെ ഇട്ട് കൊടുക്കുന്ന കുറേ ഐറ്റംസാണ്. അപ്പോൾ ഇതെല്ലാം വേണം. ഇതെല്ലാം സമാസമം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടാകാനൊരു സാധ്യത ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ വിഷ്വൽസ്, അതാണ് എന്നെ ശരിക്കും ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്ത്. അത്രയും അടിപൊളി വിഷ്വൽസാണ് ഓരോ സീൻസ്, ആ ഓരോ ഷോട്ടുകൾ വരുന്നത്. പിന്നെ ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന VFX നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഭയങ്കര ഒരു അടിപൊളി VFX വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ VFX മാത്രമല്ല, ഇതിൽ പല യുദ്ധ ഉപകരണങ്ങളും അതുപോലെ വെഹിക്കിൾസും ഒക്കെ അവർ റിയലി കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
VFX-ൽ കുറച്ച് കാര്യങ്ങളിൽ ചെറിയൊരു ഇതെനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ മേ ബി VFX-ൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇഷ്യൂവേ അല്ല. അപ്പോൾ നല്ലൊരു സ്റ്റോറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല, ഇത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഹിറ്റ് സിനിമകളിൽ ഒന്നായിട്ട് മാറും. ഋതിക് റോഷൻ പൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ആ ഒരു ഇറ്റ്സ് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഒരു സീൻ, പുള്ളിയുടെ ലുക്കൊക്കെ. പുള്ളിയുടെ 50ാം പിറന്നാൾ ഇപ്പോൾ ആഘോഷിച്ചതേ ഉള്ളൂ. 50 years ഒന്നും ആ പുള്ളിയെ കണ്ട പറയില്ല. ആൻഡ് ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിന് ആ കൊടുക്കുന്നൊരു തീവ്രത പുള്ളിക്കാരുടെ ആ ഒരു ലുക്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഷീ ഈസ് ഓൾസോ പൈലറ്റ്. അപ്പം എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു പൊൻതൂവൽ ആകാൻ സാധ്യതയുള്ള മികച്ച ഒരു സിനിമയായിരിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ജെറ്റ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ആഴ്സണലിലുള്ള സംഭവം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുൽവാമ ഇൻസിഡൻറ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളെ സംരക്ഷിക്കാനായിട്ട് അവരുടെ ഊണും ഉറക്കവും അവരുടെ കംഫർട്ടും എല്ലാം ഉപേക്ഷിച്ച് നിൽക്കുന്ന കുറേ പട്ടാളക്കാരുടെ, ജവാന്മാരുടെ ജീവൻ എടുത്ത ഒരു ഇൻസിഡൻ്റാണത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു സിനിമ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ജനങ്ങൾ ഇനിയും കൂടുതൽ അതിനെപ്പറ്റി അറിയേണ്ടതായിട്ടുണ്ട്. ഫിലിം മേക്കേഴ്സിന് അതുപോലെ തന്നെ ബഡ്ജറ്റുണ്ട്, അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് മേക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമകളൊക്കെ നമുക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. നല്ല കഥയും അതുപോലെ തന്നെ ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ എലമെൻസും, നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെൻസും ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ കൺഫേംഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് നല്ല ഒരു മികച്ച സിനിമ നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.